arithmetic sequence is 38 and the 9th term is 66. What is its 25th term? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു സീക്വൻസിന്റെ 5th ടേം തന്നിട്ടുണ്ട്, 9th ടേം തന്നിട്ടുണ്ട്. ഈ സീക്വൻസിലെ 25th ടേം കണ്ടെത്താനാണ് നിങ്ങളോട് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന ഡാറ്റാസ് ഒക്കെ എടുത്ത് എഴുതാം. 5th ടേം is equal to അഞ്ചാം പദം is equal to 38 and 9th term is equal to 66. ഒമ്പതാം പദം 66. ഇവിടെ കണ്ടെത്താൻ പറയുന്നത് 25th term. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് കണ്ടെത്താം, അല്ലെങ്കിൽ പൊതുവ്യത്യാസം. കോമൺ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ d is equal to term difference by position difference. പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. ഇവിടെ ടേം ഡിഫറൻസ് എത്രയാണ്? പദവ്യത്യാസം നമ്മൾ 9th ടേം മൈനസ് 5th ടേം ആണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ 66 മൈനസ് 38. പൊസിഷൻ 66 എന്ന് പറയുന്നത് 9th ടേം, 9ാമത്തെ പൊസിഷനിലുള്ള ടേം. ദെൻ 30 എന്ന് പറയുമ്പോൾ 5ാമത്തെ പൊസിഷനിലുള്ള ടേം. അപ്പോൾ എന്ത് വരും? പൊസിഷൻ ഡിഫറൻസ് 9 മൈനസ് 5. ഇത് ചെയ്താൽ എന്ത് വരും? 66 മൈനസ് 30 എന്ന് പറഞ്ഞാൽ 28 ആണ്. 28 ബൈ 9 മൈനസ് 5 4. 28 ബൈ 4 എത്രയാണ്? 7. അപ്പോൾ ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടി 7. നമുക്ക് കണ്ടെത്തേണ്ടത് 25th ടേം ആണ്, x25. അഞ്ചാമത്തെ ടേമിന്റെ കൂടെ 20 തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ നമുക്ക് 25ാമത്തെ ടേം കിട്ടും. അഞ്ചാമത്തെ ടേമിന്റെ കൂടെ 25 തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ 25ാമത്തെ ടേം കിട്ടും. അപ്പോൾ നമുക്ക് അഞ്ചാമത്തെ ടേം അറിയാം 38. അപ്പോൾ 25ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ എന്താ? അഞ്ചാമത്തെ ടേം പ്ലസ് 20 ടൈംസ് കോമൺ ഡിഫറൻസ്. അഞ്ചാമത്തെ ടേം 38 plus 20 into common difference of 7. 38 plus 140 is equal to 178. So 25th term നമുക്ക് കിട്ടി എത്രയാ? 178. Fourth question നോക്കാം. Is 101 a term of the arithmetic sequence 13, 24, 35? What about 1001? 13, 24, 35 ഇങ്ങനെ പോകുന്ന ഈ സീക്വൻസിൽ ഒരു ടേം ആണോ 101 എന്നാണ് ആദ്യം നിങ്ങളോട് ചോദിക്കുന്നത്. Then ഈ സീക്വൻസിന്റെ ഈ ക്വസ്റ്റ്യന്റെ സെക്കൻഡ് പാർട്ടാണ് 1001 ഈ സീക്വൻസിൽ ഒരു ടേം ആണോ. അപ്പം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പതിവായിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ സീക്വൻസ് ഇവിടെ എടുത്തെഴുതാം. 13, 24, 35. ദെൻ ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് കാണാം. നമ്മൾ കോൺസിക്യൂട്ടീവ് ടേംസിന്റെ ഡിഫറൻസ് കാണാം. അതാണ് നമ്മുടെ കോമൺ ഡിഫറൻസ്. d is equal to 24 minus 13 is equal to 11. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ 101 ഈ സീക്വൻസിൽ ഒരു ടേം ആണോ എന്ന്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു സീക്വൻസിൽ ഏത് രണ്ട് ടേം എടുക്കുകയാണെങ്കിലും ആ ടേംസിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് ഡിഫറൻസ് കണ്ടാൽ കിട്ടുന്ന ആൻസർ കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പം 101 ഈ സീക്വൻസിലെ ടേം ആണോ എങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുക? 101ഉം ഈ സീക്വൻസിലൊരു ടേമും തമ്മിലുള്ള ഡിഫറൻസ് കാണാം. അപ്പോൾ ഡിഫറൻസ് കണ്ട് ആ ഡിഫറൻസ് കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഡിഫറൻസ് കണ്ട് നോക്കാം. 101 ഉണ്ടാകുന്നത് നമുക്ക് ഏത് സംഖ്യ സബ്സ്ട്രാക്ട് ചെയ്യാം? ഈ സീക്വൻസിൽ ഏത് ടേം വേണേൽ സബ്സ്ട്രാക്ട് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ടേം എടുത്ത് നോക്കാം. 101 minus 13 ഇത് ചെയ്താൽ നമുക്ക് 88 കിട്ടും. അപ്പോൾ നമുക്ക് ഡിഫറൻസ് കിട്ടി. ഇനി ഈ ഡിഫറൻസ് കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം.
നമ്മളെ കോമൺ ഡിഫറൻസ് എത്രയാ 11 അല്ലേ. 11ന്റെ മൾട്ടിപ്പിൾ ആണോ 88 എന്ന് ചെക്ക് ചെയ്യണം. അതെങ്ങനെയാ ചെക്ക് ചെയ്യുക? നമുക്ക് കിട്ടിയ ഡിഫറൻസിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 11 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ 88 എന്ന് പറഞ്ഞാൽ 11ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ 88/11 ചെയ്യാം. 88/11 എത്രയാ? 8. അപ്പൊ നമുക്ക് 88ന് കോമൺ ഡിഫറൻസ് കൊണ്ട് ഈ ഡിഫറൻസിന് 101ഉം ഈ സീക്വൻസിലൊരു ടേം തമ്മിലുള്ള ഡിഫറൻസിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നുണ്ട്. അതിനർത്ഥം എന്താ? 101 ഈ സീക്വൻസിലൊരു ടേം ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? The difference between 101 and the first term of this sequence, that is 88, is a multiple of common difference. Therefore, 101 is a term of this sequence. അപ്പോൾ എന്താ നമ്മൾ എഴുതിയത്? 101ഉം ഈ സീക്വൻസിൽ ഒരു ടേമും തമ്മിലുള്ള ഡിഫറൻസ് കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണ് എന്ന് നമുക്ക് കിട്ടി. അതുകൊണ്ട് 101 ഈ സീക്വൻസിൽ ഒരു ടേം ആണ്. നെക്സ്റ്റ് നമ്മൾ എന്താ ചോദിക്കുന്നത്? 1001 ഈ സീക്വൻസിൽ ഒരു ടേം ആണോ എന്ന്. അപ്പം ഏത് സംഖ്യ വന്നാലും നിങ്ങൾ ഇതേ രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? 1001ൻ്റെ അകത്തുനിന്ന് തന്ന സീക്വൻസിൽ ഒരു ടേം സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കൊരു ഡിഫറൻസ് കിട്ടും. സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡിഫറൻസ്, ആ ഡിഫറൻസ് കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നോക്കാം. 1001 ഇതിൽ നിന്ന് നമ്മൾ ഈ സീക്വൻസിൽ ഒരു ടേം ആണ് കുറയ്ക്കേണ്ടത്. അപ്പൊ നമുക്ക് 101 ഈ സീക്വൻസിൽ ടേം ആണെന്ന് കിട്ടി. അപ്പൊ നമുക്ക് 101 സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കാം. 1001 മൈനസ് 101 ചെയ്ത് നമുക്ക് 900 കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 900 ഡിഫറൻസ് കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതെങ്ങനെ ചെക്ക് ചെയ്യാം? 900നെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 900/11. 900ൽ 11 കംപ്ലീറ്റ് ആയിട്ട് പോകുന്നുണ്ടോ നോക്കാം. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കാം. 900/11. 9ൽ പോകില്ല. 90ൽ 8 × 11 88. Then balance എത്ര വരും? 2. Then 20ൽ 1 × 11 11. ബാക്കി 9. ഇവിടെ പോയിന്റ് ഇടണം. 90ൽ എത്ര? 8. 8 × 11 88. അപ്പം 81.81 അങ്ങനെ വരും. അപ്പം ഇവിടെ 911 കംപ്ലീറ്റ് ആയിട്ട് പോകുന്നില്ല. അതിനർത്ഥം നമുക്ക് കിട്ടിയ ഈ 1001 ഈ സീക്വൻസ് ഒരു ടേം കുറച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഡിഫറൻസ് ഈ സീക്വൻസിലെ കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ അല്ല. അതായത് 11ന്റെ മൾട്ടിപ്പിൾ അല്ല 900. അതുകൊണ്ട് തന്നെ 1001 എന്താ ഈ സീക്വൻസിലെ ഒരു ടേം അല്ല. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. How many 3-digit numbers are there which leave remainder 3 on division by 7? അതായത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 3 റിമൈൻഡർ വരുന്ന 3-digit നമ്പേഴ്സിന്റെ സീക്വൻസ് എഴുതുകയാണെങ്കിൽ ആ സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ട് എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് 3-digit നമ്പറും ലാസ്റ്റ് 3-digit നമ്പർ ഏതാണെന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് 3-digit നമ്പർ ഏതാ? 100. ലാസ്റ്റ് 3-digit നമ്പർ ഏതാ? 999. ഇനി നമ്മൾ ഏതാ ഫസ്റ്റ് 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 റിമൈൻഡർ വരുന്ന ഫസ്റ്റ് 3-digit നമ്പർ ഏതാന്ന് നോക്കണം. അപ്പോൾ ആദ്യം നമുക്ക് 100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. എന്നിട്ട് എത്രയാ റിമൈൻഡർ വരുന്നത് നോക്കാം. 100/7. 1 × 7 7. ബാലൻസ് 3 വരും. 0 ഇവിടെ എടുത്ത് എഴുതുമ്പോൾ 30. 30ൽ
4 into 7, 4 times 7 പോകും 28 വരും. റിമൈൻഡർ 2. അപ്പം 100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിമൈൻഡർ 2 ആണ് വന്നത്. നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ 3 വരണം. അപ്പോൾ ഈ സീക്വൻസിലെ ഫസ്റ്റ് ടേം ഏതാ? ഇവിടെ 3 വരണം. അപ്പോൾ ഫസ്റ്റ് ടേം 101. സീക്വൻസ് 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 റിമൈൻഡർ വരുന്ന ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ആണ് 101. ഇനി ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ഏതാ നോക്കണം. അതിനുവേണ്ടി നമുക്ക് 999നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എത്ര റിമൈൻഡർ വരുന്നോ നോക്കാം. 999/7. 1 into 7 7, balance 2. 9 കൊണ്ട് എടുത്ത് എഴുതുമ്പോൾ 29ൽ 4 into 7 28, balance 1. ഈ 9 കൊണ്ട് എടുത്ത് എഴുതുമ്പോൾ 2 into 7 14, balance 5. അപ്പോൾ 999നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിമൈൻഡർ 5 ആണ് വരുന്നത്. നമുക്ക് 5 വേണ്ട, 3 മതി. അപ്പോൾ ഇവിടെ നിന്ന് 2 സബ്സ്ട്രാക്ട് ചെയ്യണം. 5 minus 2, 3 ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ 999ൻ്റെ അകത്തുനിന്ന് 2 കുറയ്ക്കണം. എന്ത് കിട്ടി? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 3 റിമൈൻഡർ വരുന്ന ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ 997 ആണ്. അപ്പോൾ ഈ സീക്വൻസിൽ ലാസ്റ്റ് ടേം 997 കിട്ടി. ഇനി മൊത്തം എത്ര 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 3 റിമൈൻഡർ വരുന്ന എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് ചെയ്യാം. ലാസ്റ്റ് ടേം 997, ഫസ്റ്റ് ടേം 101. കോമൺ ഡിഫറൻസ് എത്രയാ? 7 ആണ് കേട്ടോ. നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യല്ലേ. അപ്പം 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 3 റിമൈൻഡർ വരുന്ന നമ്പേഴ്സിന്റെ 3 നമ്പേഴ്സിന്റെ സീക്വൻസ് എഴുതാൻ പറയുന്നു. അവിടെ 7 ആണ് കോമൺ ഡിഫറൻസ്. നമ്മൾ 7 എന്ന നമ്പർ ആണ് ആഡ് ചെയ്ത് പോകുന്നത്. നെക്സ്റ്റ് ടേം എത്രയായിരിക്കും? 108. നെക്സ്റ്റ് 7 ആഡ് ചെയ്ത് പോകും. എത്ര വരും? 115. അപ്പം ഇങ്ങനെയാണ് പോവുക. അവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? D is equal to 7. ഇവിടെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. is equal to 128. അപ്പം ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്യുന്ന സമയത്ത് നമുക്ക് കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണ് കിട്ടിയത്. ആ കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിളിനെ നമ്മൾ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്തത്. അപ്പം നമുക്ക് 128 കിട്ടി. അപ്പം ഈ 128 എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഫസ്റ്റ് ടേമിന്റെ കൂടെ 128 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ലാസ്റ്റ് ടേമായ 997 കിട്ടുന്നത്. ഫസ്റ്റ് ടേമിന്റെ കൂടെ 128 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് ലാസ്റ്റ് ടേം കിട്ടുന്നത്. അതിനർത്ഥം എന്താ? 997 എന്ന് പറഞ്ഞാൽ ഈ സീക്വൻസിലെ 129th ടേം. അപ്പം എന്ത് എഴുതാം? ദിസ് സീക്വൻസ് ഹാസ് ടോട്ടൽ 129 numbers terms. So the total number of terms in this sequence is equal to 129. This sequence total എത്ര terms ഉണ്ട്? 129 terms. അപ്പോൾ ഈ ടൈപ്പ് ഏത് ക്വസ്റ്റ്യൻ വരികയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ഫസ്റ്റ് ടേം കണ്ടെത്താം, ദെൻ സീക്വൻസിൽ ലാസ്റ്റ് ടേം കണ്ടെത്താം, എന്നിട്ട് അതിന് ഡിഫറൻസ് കാണാം. ഡിഫറൻസ് കണ്ടിട്ട് അതിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. ആ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസറിൻ്റെ കൂടെ നമ്മൾ 1 ആഡ് ചെയ്യാം. 1 ആഡ് ചെയ്താൽ ഈ സീക്വൻസിൽ ടോട്ടൽ എത്ര ടേംസ് ഉണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Fill up the empty cells of a given square such that the numbers in each row and column form arithmetic sequences. What if we use some other numbers instead of 1, 4, 28 and 7? അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു സ്ക്വയർ കണ്ടില്ലേ? ഈ സ്ക്വയറിൽ ഓരോ റോവും ഓരോ കോളവും ഓരോ വരിയും ഓരോ നിരയിലും അരിത്തമാറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി ആവുന്ന രീതിയിൽ നിങ്ങൾ നമ്പേഴ്സ് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് എങ്ങനെ നോക്കാം.
നമുക്ക് ഓരോ റോ ആയിട്ടും ഓരോ കോളായിട്ട് കൺസിഡർ ചെയ്തിട്ട് അത് അരിത്തമാറ്റിക് സീക്വൻസ് ആവുന്ന രീതിയിൽ നമുക്ക് നമ്പേഴ്സ് ഫിൽ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് റോ ആദ്യത്തെ വരി എടുക്കാം. ഫസ്റ്റ് റോയില് ഫസ്റ്റ് നമ്പറും ഫോർത്ത് നമ്പറും തന്നിട്ടുണ്ട്. സെക്കൻഡും തേർഡ് ടേം ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ടേം എത്രയാ? 4. സെക്കൻഡ് ഇല്ല, തേർഡ് ഇല്ല, ഫോർത്ത് ടേം 4 തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ആദ്യം തന്നെ ഇതിന്റെ കോമൺ ഡിഫറൻസ് കണ്ടെത്തണം. ഏത് നമ്പറാണ് ഇവിടെ ആഡ് ചെയ്ത് പോകുന്നത്? കോമൺ ഡിഫറൻസ് കാണാൻ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. D is equal to ടേം ഡിഫറൻസ് എത്ര? ഇവിടെ 4ഉം 1 തന്നിട്ടുണ്ട്. സോ 4 മൈനസ് 1. ഈ ടേംസിന്റെ പൊസിഷൻ എത്രയാ? 4 എന്ന് പറയുന്നത് ഫോർത്ത് ടേമാ, 1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമാ. സോ പൊസിഷൻ ഡിഫറൻസും 4 മൈനസ് 1. 4 മൈനസ് 1 3. സോ 3/3 എത്രയാ? 1. അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് 1 എന്ന് കിട്ടി. ഇനി നമുക്ക് സെക്കൻഡ് ടേം തേർഡ് ടേം ഇവിടെ ഫിൽ ചെയ്യാം. സെക്കൻഡ് ടേം എത്രയാ? 1 + 1 2. തേർഡ് ടേം 2 + 1 3. നമുക്ക് അതേപോലെ ഇവിടെ നമ്പേഴ്സ് ഫിൽ ചെയ്യാം. 2 3. നെക്സ്റ്റ് നമുക്ക് ഫസ്റ്റ് കോളം ഫിൽ ചെയ്യാം. ആദ്യത്തെ നിര. സോ അവിടെ നമുക്ക് സീക്വൻസ് ആണ് എടുത്ത് എഴുതാം. ഫസ്റ്റ് ടേം 1 ആണ്, സെക്കൻഡ് ടേം ഇല്ല, തേർഡ് ടേം ഇല്ല, ആൻഡ് ഫോർത്ത് ടേം 7 തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ കോമൺ ഡിഫറൻസ് നോക്കാം. കോമൺ ഡിഫറൻസ് എങ്ങനെയാണ്? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്, പദ വ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. ടേം 7 1 ആണ്. സോ 7 മൈനസ് 1 ബൈ പൊസിഷൻ ഏതാ? 7 എന്ന് പറഞ്ഞാൽ ഫോർത്ത് ടേം ആണ്, 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്. സോ 4 മൈനസ് 1. 7 മൈനസ് 1 എത്രയാ? 6. 4 മൈനസ് 1 3. 6/3 is equal to 2. സോ ഈ സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആവണമെങ്കിൽ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 2 ആണ്. സോ 1 ആണ് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം എത്ര വരും? 1 + 2 3. തേർഡ് ടേം 3 + 2 5. സോ ആ സീക്വൻസ് നമ്മൾ ആ ഫസ്റ്റ് കോളം നമ്മൾ ഫിൽ ചെയ്തു. അത് അരിത്തമാറ്റിക് സീക്വൻസ് ആവുന്ന രീതിയിൽ നമ്മൾ ഫിൽ ചെയ്തു. സോ ഇവിടെ നമുക്ക് 3 വരും, ദെൻ 5. ഇനി നമുക്ക് ഫോർത്ത് കോളം നോക്കാം. ഇവിടെ ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും തന്നിട്ടുണ്ട്. സെക്കൻഡും തേർഡ് ടേം നമ്മൾ കണ്ടെത്തണം. ഫസ്റ്റ് ടേം 4 ആണ്, സെക്കൻഡ് ടേം ഇല്ല, തേർഡ് ടേം ഇല്ല, ഫോർത്ത് ടേം 28. ആദ്യം തന്നെ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടെത്താം. D is equal to ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്, പദ വ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. 28ഉം 4ഉം ആണ് ഇവിടെ തന്ന ടേംസ്. സോ 28 മൈനസ് 4 ആണ് ടേം ഡിഫറൻസ്. അതിന്റെ പൊസിഷൻസ് ഏതൊക്കെയാണ്? 20 എന്ന് പറയുന്നത് ഫോർത്ത് പൊസിഷനിലെ ടേം ആണ്, 4 എന്ന് പറയുന്നത് ഫസ്റ്റ് പൊസിഷനിലെ ടേം ആണ്. സോ 4 മൈനസ് 1. 28 മൈനസ് 4 എന്ന് പറഞ്ഞാൽ 24. 24/4 മൈനസ് 1 3. 24/3 എത്രയാ? 8. സോ കോമൺ ഡിഫറൻസ് നമുക്ക് 8 കിട്ടി. ഇനി നമുക്ക് ഇവിടെ ഫിൽ ചെയ്ത് നോക്കാം. 4 ആണ് ഫസ്റ്റ് ടേം. സോ സെക്കൻഡ് ടേം എത്രയാ? 4 + 8 12. തേർഡ് ടേം 12 + 8 20. സോ നമുക്ക് എല്ലാ ടേംസും കിട്ടി. ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. സോ 4 നെക്സ്റ്റ് 12 20 28. ഇനി നമുക്ക് ഫോർത്ത് റോ ഫിൽ ചെയ്യാം. നാലാമത്തെ വരി ഫിൽ ചെയ്യാം. അവിടെ ഫസ്റ്റ് ടേം 7 ഉണ്ട്, സെക്കൻഡ് ടേം ഇല്ല, തേർഡ് ടേം ഇല്ല, ഫോർത്ത് ടേം 28 ഉണ്ട്. നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടെത്താം. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണ്. D is equal to 28 minus 7/4 minus 1. പൊസിഷൻ ഡിഫറൻസ് 28 minus 7 എത്രയാ? 21/3. 4 minus 1 3. 21/3 7. സോ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്ര കിട്ടി? 7. സോ നമുക്ക് ഫിൽ ചെയ്യാം. 7 ആണ് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം എത്രയായിരിക്കും? 7 + 7 14. തേർഡ് ടേം 14 + 7 21. അപ്പോൾ നമുക്ക് ഫോർത്ത് റോയിലെ എല്ലാ ടേംസും കിട്ടി. നമുക്ക് ഫിൽ ചെയ്യാം. 14 21. ഇവിടെ 4 സെൽസ് കൂടി ഫിൽ ചെയ്യാനുണ്ട്, 4 സെൽസ്. സോ നിങ്ങൾ ഇതാ ഇവിടെ സെക്കൻഡ് റോ നിങ്ങൾ എടുത്ത് നോക്ക്. രണ്ടാമത്തെ വരി അവിടെ ഫസ്റ്റ് ടേം 3 ആണ്, ഫോർത്ത് ടേം 12 ആണ്. നമുക്ക് കണ്ടെത്തേണ്ടത് സെക്കൻഡ് ടേമും തേർഡ് ടേമും. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാ? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് അല്ലേ? അത് വെച്ച് നമുക്ക് ചെയ്ത് നോക്കാം.
നമുക്ക് ഈ റോ എടുക്കാം. സെക്കൻഡ് റോ ഫസ്റ്റ് ടേം 3 ആണ്, സെക്കൻഡ് ടേം ഇല്ല, തേർഡ് ടേം ഇല്ല, ഫോർത്ത് ടേം 12. കോമൺ ഡിഫറൻസ് d is equal to term difference by position difference. Terms 12 ഉം 3 ആണ്. So 12 minus 3 by position എന്ന് പറയുമ്പോൾ 12 എന്ന് പറഞ്ഞാൽ ഫോർത്ത് ടേം ആണ്, 3 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്. 4 minus 1. 12 minus 3 എന്ന് പറഞ്ഞാൽ 9 ആണ്. Then 4 minus 1 3. 9 by 3 എത്രയാ? 3. So സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് 3 ആണെന്ന് കിട്ടി. നമുക്ക് നമ്പേഴ്സ് ഫിൽ ചെയ്യാം. ഫസ്റ്റ് ടേം 3 ആണ്, സെക്കൻഡ് ടേം എത്രയാ? 3 plus 3 6. തേർഡ് ടേം 6 plus 3 9. സോ എല്ലാ ടേംസും നമുക്ക് കിട്ടി. 6 then 9. ഈ തേർഡ് റോ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും തന്നിട്ടുണ്ട്. നമുക്ക് സെക്കൻഡ് തേർഡ് ടേം കണ്ടെത്താം. സോ ഫസ്റ്റ് ടേം എത്രയാ? 5. സെക്കൻഡ് ടേം ഇല്ല, തേർഡ് ടേം ഇല്ല, ഫോർത്ത് ടേം 20. അത് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടെത്താം. കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. 20 minus 5 അതാണ് ടേം ഡിഫറൻസ്. Then position difference 20 എന്ന് പറഞ്ഞാൽ ഫോർത്ത് ടേം ആണ്, 5 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്. 4 minus 1. 20 minus 5 15 by 3 is equal to 5. ഈ സീക്വൻസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം നമ്മുടെ കോമൺ ഡിഫറൻസ് 5 ആ വരുന്നത്. 5 plus 5 10. 10 plus 5 15. 15 plus 5 20 ആണ്. സോ നമുക്ക് അവിടെ ഫിൽ ചെയ്യാം. 10 15. സോ നമ്മളിവിടെ എല്ലാ സെൽസും വിട്ടുപോയ സെൽസ് ഒക്കെ ഫില്ല് ചെയ്തു. നമ്മൾ ഏത് റോവും ഏത് കോളം ഇവിടെ എടുത്തു നോക്കിയാൽ അത് അരിത്തമാറ്റിക് സീക്വൻസിലാണ് വരുന്നത്, സമാന്തര ശ്രേണിയാണ്. നിങ്ങളിത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്ത് നോക്ക്. 2 ഫസ്റ്റ് ടേം 2, സെക്കൻഡ് ടേം 6, തേർഡ് ടേം 10. സോ ഇവിടെ കോമൺ ഡിഫറൻസ് വരുന്നത് 4 ആണ്. ഇവിടെ നിങ്ങൾ തേർഡ് കോളം എടുത്ത് നോക്ക്. തേർഡ് കോളം എടുക്കുമ്പോൾ ഫസ്റ്റ് ടേം 3, സെക്കൻഡ് ടേം 9, തേർഡ് ടേം 15, ഫോർത്ത് ടേം 21. ഇവിടെ കോമൺ ഡിഫറൻസ് വരുന്നത് 6 ആണ്. സോ നിങ്ങൾ എങ്ങനെ എടുത്ത് നോക്കിയാലും ഇവിടെ ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. എല്ലാ ടേംസിലും ഏത് റോവും ഏത് കോളം എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് ഉണ്ട്. സോ നമുക്ക് ഈ 1 4 28 7 എന്ന ടേംസിന് പകരം വേറെ ടേംസ് ഉപയോഗിക്കാം. എന്നിട്ട് നമുക്ക് കോളം ഫില്ല് ചെയ്താലും അരിത്തമാറ്റിക് ആ കോളം റോവും ഫില്ല് ചെയ്താലും അരിത്തമാറ്റിക് സീക്വൻസ് ഫോം ചെയ്യാൻ പറ്റും. സെവൻത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഒരു ടേബിൾ കണ്ടില്ലേ? ഈ ടേബിളിൻ്റെ അകത്ത് 3 സീക്വൻസസ് എഴുതിയിട്ടുണ്ട്. ഓരോ സീക്വൻസിനും കറസ്പോണ്ടിങ് ആയിട്ട് 2 ടേംസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് ഈ സീക്വൻസിലെ ടേംസ് ആണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതിയത് എന്ന്. ആണെങ്കിൽ നിങ്ങൾ ഇവിടെ യെസ് എന്ന് എഴുതണം, അല്ലെങ്കിൽ നിങ്ങൾ അന്ന് നേരെ നോ എന്ന് എഴുതണം. അപ്പോൾ നമുക്ക് ഓരോ സീക്വൻസ് എടുത്തിട്ട് അതിലെ ടേംസ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് സീക്വൻസ് ഏതാ? 11, 22, 33. ആദ്യം ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് കാണാം. കോമൺ ഡിഫറൻസ് എങ്ങനെയാണ്? കോൺസിക്യൂട്ടീവ് ടേംസിന്റെ ഡിഫറൻസ്. d is equal to 22 minus 11 is equal to 11. ഇനി നമുക്കിവിടെ തന്ന ടേം ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ടേം 123 ആണ്. അത് ഈ സീക്വൻസിലെ ടേം ആണോ എന്ന് നോക്കാം. 123 നമ്മൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്തതാണ്. അപ്പം എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഈ 123ൻ്റെ അകത്തുനിന്ന് ഈ സീക്വൻസിലെ ഒരു ടേം സബ്സ്ട്രാക്ട് ചെയ്യാം. എന്നിട്ട് കിട്ടുന്ന ഡിഫറൻസിനെ നമ്മൾ കോമൺ ഡിഫറൻസോട് ഡിവൈഡ് ചെയ്യാം. ആ ഡിഫറൻസിനെ നമുക്ക് കോമൺ ഡിഫറൻസോട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ 123 ഈ സീക്വൻസിലൊരു ടേം ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. 123 മൈനസ് നമുക്ക് 11 ചെയ്യാം. 11 is equal to 112 കിട്ടും. ഈ 112നെ നമുക്ക് ഈ ഡിഫറൻസിനെ നമുക്ക് കോമൺ ഡിഫറൻസോട് ഡിവൈഡ് ചെയ്യാം. 1 പോകില്ല. 11 1 into 11 11, ബാലൻസ് 0. 2 എടുത്ത് എഴുതാം. 2 പോകില്ല, അപ്പോൾ 0 ഇടാം. ദെൻ നമുക്കിവിടെ 2 പോകാത്തതുകൊണ്ട് തന്നെ നമുക്കിവിടെ പോയിന്റ് ഇടാം. 20 20 1 into 11 11, ദെൻ ബാക്കി 9 വരും. ദെൻ 9 പോകില്ല, സോ 9 ഇടാം. സോ 8 into 11 88, ബാക്കി 2 ഇങ്ങനെ വരും. 10.18 പോയിന്റ് വരുന്നുണ്ട്. അപ്പം 112 എന്ന് പറയുന്നത് 11ന്റെ മൾട്ടിപ്പിൾ അല്ല, കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് തന്നെ 123 ഈ സീക്വൻസിൽ ഒരു ടേം അല്ല. നമുക്ക് ഇവിടെ എന്ത് എഴുതാം? നോ എന്ന് എഴുതാം. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് 132 ഈ സീക്വൻസിൽ ഒരു ടേം ആണോ എന്നാണ്. സീക്വൻസ് 11, 22, 33. നമ്മൾ നോക്കേണ്ടത് 132.
ആദ്യം തന്നെ എന്ത് ചെയ്യണം? 132ൻ്റെ അകത്തുനിന്ന് ഈ സീക്വൻസിൽ ഒരു ടേം സബ്സ്ട്രാക്ട് ചെയ്യാം. 132 മൈനസ് 11 ഇത് ചെയ്താൽ നമുക്ക് 121 കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ 121 കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം by 11. 121 by 11. 12 1 into 11 11. ബാക്കി 1. 11 എടുത്തിട്ടാൽ 1 into 11 11. Remainder 0. So 121 11 times പോകുന്നുണ്ട്. അതിനർത്ഥം 132 is equals to ഒരു ടേം ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? യെസ്. അടുത്ത നമുക്ക് നെക്സ്റ്റ് സീക്വൻസ് എടുത്തെഴുതാം. 12, 23, 34. ആദ്യം ഇതിന്റെ കോമൺ ഡിഫറൻസ് കാണാം. b is equal to 23 minus 12. നമുക്ക് 11 കിട്ടും. കോമൺ ഡിഫറൻസ് 11 കിട്ടി. ഇനി നമുക്ക് ആദ്യം തന്നെ 100 ആണ് ഉള്ളത്. 100 ഈ സീക്വൻസിൽ ഒരു ടേം ആണോ എന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം? ഈ 100ൻ്റെ അകത്ത് ഈ സീക്വൻസിൽ ഒരു ടേം സബ്സ്ട്രാക്ട് ചെയ്യാം. എന്നിട്ട് കിട്ടുന്ന ഡിഫറൻസ് നമ്മൾ കോമൺ ഡിഫറൻസോട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 100 മൈനസ് ഫസ്റ്റ് ടേം സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കാം. 12 is equal to 88. 88നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കംപ്ലീറ്റ് ആയിട്ട് പോകുമോ നോക്കാം. 88ൽ 11 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് പോകും. 8 into 11 ആണ് 88. സോ നമുക്ക് 8 കിട്ടും. അതിനർത്ഥം എന്താ? 100 ഈ സീക്വൻസിൽ ഒരു ടേം ആണ്. അതെഴുതാം. യെസ്. ഇനി നമുക്ക് 1000 ഈ സീക്വൻസിൽ ഒരു ടേം ആണോ എന്ന് ചെക്ക് ചെയ്യാം. അതിനെന്ത് ചെയ്യണം? 1000 ആകുന്ന ഈ സീക്വൻസിൽ ഒരു ടേം സബ്സ്ട്രാക്ട് ചെയ്യാം. കിട്ടുന്ന ഡിഫറൻസിന് നമ്മൾ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 1000 ഈ സീക്വൻസിലെ ടേം ആണ്. ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ 1000 ഈ സീക്വൻസിലെ ടേം അല്ല. അപ്പോൾ നമുക്ക് 1000 നിന്ന് ഈ സീക്വൻസിലെ ടേം ആണ് 100 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ 100 നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കാം. 1000 മൈനസ് 100 എത്രയാ? 900. ഈ ഡിഫറൻസ് കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതിനെന്ത് ചെയ്യണം? ഈ ഡിഫറൻസിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 900 by 11 ഡിവൈഡ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നോ എന്ന് നോക്കാം. നമുക്ക് 9 11 പോകില്ല. 90 എടുക്കാം. 8 into 11 88. ബാലൻസ് 2. then 20. അതിൽ 1 into 11 11. ബാലൻസ് 9. സോ ഇവിടെ പോയിന്റ് ഇടണം. 90ൽ 8 into 11 88. ബാക്കി 2. സോ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നില്ല. നമുക്ക് കിട്ടുന്നത് എത്ര? 81.8 എന്നാണ്. അതിനർത്ഥം എന്താ? 900. അതായത് ഈ 100ഉം 1000ഉം 100ന്റെ ഡിഫറൻസ് ആയ 900 കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ എന്താ? 1000 ഈ സീക്വൻസിലെ ടേം അല്ല. സോ നമുക്ക് ഇവിടെ നോ എന്ന് എഴുതാം. ഇനി നമുക്ക് തേർഡ് സീക്വൻസ് നോക്കാം. തേർഡ് സീക്വൻസ് ഏതാ? 3/4, 1 1/2, 2 1/4. ഇത് മിക്സഡ് ഫ്രാക്ഷനിൽ തന്ന ടേംസ് നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റി എഴുതാം. 3/4, 1 1/2 എങ്ങനെയാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് വെക്കുക? 1 into 2 2, 2 plus 1 3, 3/2. നെക്സ്റ്റ് 2 1/4 എങ്ങനെയാണ്? 2 into 4 8, 8 plus 1 9, 9/4. നമുക്ക് കോമൺ ഡിഫറൻസ് കാണാം. കോൺസിക്യൂട്ടീവ് ടേംസിന്റെ ഡിഫറൻസ്. 3/2 മൈനസ് 3/4. സോ ഇവിടെ ഡിനോമിനേറ്റർ സെയിം അല്ല. നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആക്കണം. അതിനുവേണ്ടി ഇവിടെ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇൻറ്റു 2 ഇൻറ്റു 2. അപ്പോൾ എത്ര വരും? ഇവിടെ 6/4 മൈനസ് 3/4 9. ഇപ്പോൾ ഡിനോമിനേറ്റർ രണ്ട് സ്ഥലത്തും സെയിം ആയി നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്യാം. എന്ത് വരും? 6 മൈനസ് 3/4 is equal to 3/4. സോ നമുക്ക് കോമൺ ഡിഫറൻസ് 3/4 എന്ന് കിട്ടി. ഇനി നമ്മൾ ഈ 3 എന്ന ടേം ഈ സീക്വൻസിൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് 3ൻ്റെ അകത്ത് ഈ സീക്വൻസ് ഒരു ടേം സബ്സ്ട്രാക്ട് ചെയ്യാം.
3 minus 3 by 4. 3 എന്ന് പറഞ്ഞാൽ 3 by 1 ആണ്. സോ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെ 3 into 4 12. 3 into 1 3 by 1 into 4 4. എത്ര വരും? 12 minus 3 9. 9 by 4. സോ നമുക്ക് 3യും ഈ സീക്വൻസിലെ ടേമും തമ്മിലുള്ള ഡിഫറൻസ് 9 by 4 കിട്ടി. ഇനി 9 by 4 കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കണം. അതിനെന്ത് ചെയ്യണം? 9 by 4 3 by 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 9 by 4 by 3 by 4. എങ്ങനെ ഡിവൈഡ് ചെയ്യാം? നമ്മൾ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. വിൽക്രമം കണ്ട് ഗുണിക്കണം. സോ എങ്ങനെയാണ്? 9 by 4 into 4 by 3. എത്ര വരും? 4ഉം 4ഉം ക്യാൻസൽ ചെയ്തു. 9 by 3 എത്രയാ? 3. സോ നമുക്ക് 9 by 4 3 by 4 3 by 4 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനർത്ഥം 3 ഈ സീക്വൻസിലൊരു ടേം ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? യെസ്. നമുക്ക് 4 ഈ സീക്വൻസിലൊരു ടേം ആണോ എന്ന് ചെക്ക് ചെയ്യാം. അതിനെന്ത് ചെയ്യണം? 4ന്റെ അകത്ത് ഈ സീക്വൻസിലൊരു ടേം സബ്സ്ട്രാക്ട് ചെയ്യണം. എന്നിട്ട് ഡിഫറൻസിനെ നമുക്ക് കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ്? 4 മൈനസ് ഈ സീക്വൻസിന്റെ ടേം ആണ് 3 എന്ന് നമുക്ക് കിട്ടി. സോ നമുക്ക് 4ന്റെ അകത്ത് 3 സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കാം. എത്രയാ? 1. ഇനി ഈ 1 3 by 4ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിനെന്ത് ചെയ്യണം? 1നെ 3 by 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 by 3 by 4. എങ്ങനെ ചെയ്യാം? റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. 1 into 4 by 3 is equal to 4 by 3. സോ 4 by 3 എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷൻ ആണ്. അതിനർത്ഥം 3 by 4ന്റെ മൾട്ടിപ്പിൾ അല്ല 1. ഈ കിട്ടിയ ഡിഫറൻസ് 3 by 4ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ എന്താ? 4 എന്നത് ഈ സീക്വൻസിലെ ടേം അല്ല. നോ.